ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് ടാക്സ് എന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സസ് അല്ല, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടാക്സിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. ദെൻ ബേസിക് ഡെഫിനിഷൻസ്, ബേസിക് പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു. സെക്ഷൻ നമ്പർ 1 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 എന്താ പറയുന്നത്, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ് അല്ലേ. സെക്ഷൻ നമ്പർ 2 എന്തായിരുന്നു, ഡെഫിനിഷൻസ് ആയിരുന്നു. സോ എല്ലാ വേർഡ്സും കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ ചില കാര്യങ്ങൾ ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ചില ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഡിഫൈൻ ചെയ്ത കേസുകൾ തന്നെ നമുക്ക് ചില ഡെഫിനിഷൻസ് തുടങ്ങുന്നത് ചിലപ്പോൾ മീൻസ് എന്നായിരിക്കാം, വിച്ച് ഈസ് എക്സോസ്റ്റീവ് ആണ്. ചിലപ്പോൾ ഇൻക്ലൂഡ്സ് എന്നായിരിക്കാം, ദാറ്റ് ഈസ് അത് ഇൻക്ലൂസീവ് ആണ്. ചിലപ്പോൾ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്നായിരിക്കാം, ദാറ്റ് ഈസ് എക്സോസ്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ആയിരിക്കാം. ഇനി സപ്പോസ് നമ്മൾ ചില വേർഡ്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതർ ആക്ടുകൾ ലൈക്ക് കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കമ്പനീസ് ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളൊക്കെ നമുക്ക് നോക്കാം. ഇനി ഈ കോമൺ പെർലൻസ്, നമ്മൾ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് അത് ആ വേർഡിൻ്റെ മീനിങ് എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് അത് നമുക്ക്, അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ആക്ട് എങ്ങനെയാണ് സെക്ഷൻസ് വായിക്കുക എന്നുള്ളത് സെക്ഷൻ നമ്പർ 5 സബ്സെക്ഷൻ 4 ക്ലോസ് 3 അല്ലേ. സോ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ ചില സെക്ഷൻസിൽ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സബ്സെക്ഷൻ പറയുള്ളൂ. അതർവൈസ് ഡയറക്റ്റ്ലി നമ്മൾ ക്ലോസ് ആണ് പറയുക. ഫോർ എക്സാമ്പിൾ ഡെഫിനിഷൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ നമ്പർ 2 ഇപ്പോൾ GST നോക്കുക, സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 52 ഗുഡ്സ്, സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 102 സർവീസസ്. അങ്ങനെ അല്ലാത്ത കേസുകൾ ഇപ്പോൾ സെക്ഷൻ നമ്പർ 12 ഓക്കെ, സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 അങ്ങനെയാണ് പറയുക. അപ്പോൾ സബ്സെക്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ പ്രൊവിഷൻസ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, സോ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ സെക്ഷൻ കഴിഞ്ഞാൽ സബ്സെക്ഷൻ പറയാതെ ക്ലോസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു 298 സെക്ഷൻസ് ആണ് ഇൻകം ടാക്സ് ആക്ട് 1961 ഉള്ളത്. ഓക്കെ, സോ ആക്ട് ഉണ്ടാക്കിയ സമയത്ത് then അതിൻ്റെ തന്നെ 1 to 298 വരെയുണ്ട്. പല അമെൻമെൻറ്റും ത്രൂ ഫിനാൻസ് ആക്ട് വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വർഷം അമെൻമെൻറ്റുകൾ വരാറുണ്ട്. ഇനി നമ്മൾ ഡെഫിനിഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു ഇന്ത്യ എന്നുള്ളത് അല്ലേ, ഇൻകം ടാക്സ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 ക്ലോസ് നമ്പർ 25A. ഈ 25A എന്നുള്ളത് വന്നത് എങ്ങനെയായിരിക്കും, അത് അമെൻമെൻറ്റ് 1976 അമെൻമെൻറ്റിലാണ് അങ്ങനെ എ എന്നുള്ള ഒരു ആക്ച്വലി എ എന്നുള്ളത് ഇനീഷ്യൽ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടാവില്ല, സബ്സീക്വൻ്റ്ലി ആണ് അത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ക്ലോസും അല്ലെങ്കിൽ സബ്സെക്ഷനും ഒക്കെ ABC ഒക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഡെഫിനിഷൻ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 25A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ദെൻ എന്തായിരുന്നു ഇന്ത്യയുടെ ഡെഫിനിഷൻ. നമ്മൾ സാധാരണ മലയാളത്തിലൊരു ഫിലിം ഉണ്ടെന്നുണ്ട് ദുൽഖർ സൽമാൻ്റെ അല്ലേ, നീലാകാശം, ഓക്കെ, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്നൊക്കെ പറഞ്ഞ അതുപോലെ തന്നെ അതാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഡെഫിനിഷൻ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തൊരു PDF ലാസ്റ്റ് ക്ലാസ്സിൽ PDF ഒരു എഡിറ്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അവിടെ ഇന്ത്യ ഇൻക്ലൂഡ്സ് ആണ് യൂസ് ചെയ്തതെന്ന്, അത് മിസ്റ്റേക്കാണ്. ശരിക്കും ഇന്ത്യ മീൻസ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷനാണ്, ഇന്ത്യ ഇൻക്ലൂഡ്സ് എന്നല്ല. ഇന്ത്യ ഇതാണ് ഇന്ത്യ, ഇതല്ലാത്തതൊന്നും ഇന്ത്യ അല്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷനാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ തൊട്ട് മുമ്പത്തേൽ ഒരു കറക്ഷൻ ഉണ്ട്, അപ്ലോഡ് ചെയ്ത PDF നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു PDF ആയിരിക്കും, ചെറിയൊരു എഡിറ്റിങ്ങിൻ്റെ മുമ്പത് മിസ്റ്റേക്ക് വന്നാണ്. അപ്പോൾ നോക്കാം, ഇന്ത്യ മീൻസ്. ഓക്കെ, സോ ഇന്ത്യ മീൻസ് ഏതൊക്കെയാണ്, ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് പെർ ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. സോ നേരത്തെ ഒരു ഫിലിം പറഞ്ഞല്ലോ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ പോലെ ബാക്കി നോക്കിയാൽ മതി. ഓക്കെ, ചുവന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാൻഡ് മാസ്. ഓക്കെ, സോ ടെറിട്ടറി ഓഫ് ഇന്ത്യ മീൻസ് എന്താണ്, ലാൻഡ് മാസ് ആണ്. ഓക്കെ, അതിനടുത്ത് എന്തായിരുന്നു, പച്ചക്കടൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കടലിലോട്ട്. ഓക്കെ, 200 നോട്ടിക്കൽ മൈൽസ്, ദറ്റ് ഈസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, സീബെഡ്, സബ്സോയിൽ, അണ്ടർലൈങ് സച്ച് വാട്ടേഴ്സ്, കോണ്ടിനെന്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് അപ് ടു 200 നോട്ടിക്കൽ മൈൽസ് വരെ, 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ് അത് വരുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ ഏകദേശം 1.852 അല്ലെങ്കിൽ 853 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ കടലിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെയൊക്കെ മുകളിൽ വരുന്ന എയർ സ്പേസും എന്താണ്, ഇന്ത്യയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നു ഈ ഡെഫിനിഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കണം അല്ല, പല ഡെഫിനിഷൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പ്രത്യേകം പറയും. ഈ ഡെഫിനിഷനൊക്കെ ഇന്ത്യയുടെ ഡെഫിനിഷനൊക്കെ ഓൺലി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്തൊരു ഡെഫിനിഷനിലോട്ട് പോകാം. സെക്ഷൻ നമ്പർ 2 ക്ലോസ് 31 പേഴ്സൺ.
ഓക്കെ. അപ്പോൾ ഇന്ത്യ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഇന്ത്യയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ വ്യക്തികൾ മാത്രമാണോ ടാക്സ് കൊടുക്കേണ്ടത്? ഓക്കെ. ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഒരു പേഴ്സൺ ആണ് എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ലാംഗ്വേജിൽ, സിമ്പിൾ മീനിങ്ങിൽ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. ഓക്കെ. അവർ മാത്രമാണോ പേഴ്സൺ? അല്ല. ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് എവിടെയൊക്കെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ദാറ്റ് പേഴ്സൺ മീൻസ്, ഓക്കെ, സോ പേഴ്സൺ ഇൻക്ലൂഡ്സ്. ഓക്കെ. ആ പേഴ്സൺ ആരൊക്കെ അതിൻ്റെ അകത്ത് വരും? പുതിയ ആൾക്കാരുടെ പേഴ്സൺ ഇത് വരും. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 പറഞ്ഞത് പേഴ്സൺ ഇൻക്ലൂഡ്സ് 7 ടൈപ്പ്. ഓക്കെ. 7 ടൈപ്പ് ആൾക്കാരാണ് പേഴ്സണിൽ വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഇൻഡിവിജ്വൽ. ഓക്കെ. സോ ഇൻഡിവിജ്വൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഒരു വ്യക്തി, ഈവൻ ഒരു 5 മിനിറ്റ് മുമ്പ് ജനിച്ച കുട്ടി വരെ എന്താണ്? ഇൻകം ടാക്സ് നിയമപ്രകാരം അദ്ദേഹം, ആ കുട്ടി എന്താണ്? പേഴ്സൺ ആണ്. ഐ മീൻ ഇൻഡിവിജ്വലായി, അതുകൊണ്ട് പേഴ്സൺ ആണ്. പേഴ്സൺ ഡെഫിനേഷനിൽ വരും. ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലേ, ഇൻകം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ എന്തല്ല, റെലവൻ്റ് അല്ല. ഇൻഡിവിജ്വൽ ആണോ, ദെൻ അത് ഇൻകം ടാക്സ് നിയമപ്രകാരം പേഴ്സൺ ആണ്. ഓക്കെ. അപ്പോൾ ഇൻഡിവിജ്വൽ ഈസ് എ എന്താണ് പേഴ്സൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ 7 ടൈപ്പിൽ ഒന്നാമത്തേതാണ് ഇത് ഇൻഡിവിജ്വൽ. ബൈ ബർത്ത് ഒരാൾ എന്തായി മാറും? പേഴ്സൺ ആയിട്ട് മാറും. ഓക്കെ. ഇനി അടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF അല്ലേ. നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, നോർത്തിലൊക്കെയാണ് ഇത് നിലവിലുള്ളത്. ഓക്കെ. സോ നമ്മളുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? പാർട്ടീഷൻ ചെയ്യാതെ, ഫാമിലി പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാതെ ഫാദർ, മദർ, അതുപോലെ മക്കൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് ആ ഒരു കോമൺ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? അതിൽ നിന്നുള്ള ഇൻകം എന്ത് ചെയ്യുക? എല്ലാവർക്കും കൂടിയിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുന്നൊരു പരിപാടി. അതൊരു അൺഡിവൈഡഡ്, ഓക്കെ, പ്രോപ്പർട്ടി അൺഡിവൈഡ് ചെയ്തിട്ട് അതൊരു ബിസിനസ് സ്ഥാപനം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവിടെ നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട്, ഓക്കെ, ഇപ്പോൾ ആ ഫാമിലിയിൽ കുറച്ച് വ്യക്തികളുണ്ടെങ്കിലും അവരുടെ ബിസിനസ് അല്ലാതെ ആ ഒരു ഫാമിലി ബിസിനസ്സായിട്ട് കാണിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു എൻറ്റിറ്റി ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് കൂടുതൽ പറയാനുണ്ട്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെയാണ് 7 പേഴ്സൺസ് എന്നൊന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് 7 ആൾക്കാർ ആരൊക്കെയാണ്, പേഴ്സൻ്റെ ഡെഫിനേഷൻ വരുന്ന 7 ടൈപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോന്നിലോട്ട് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ, ദെൻ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ. അപ്പോൾ ആക്ച്വലി HUF എന്ന് പറയുമ്പോൾ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആണെങ്കിലും ലൈക്ക് ജെയിൻ മതക്കാർ, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ്, ഓക്കെ, സോ അവരൊക്കെ ഇതിൻ്റെ അകത്ത് എന്താണ്? കവേർഡാണ്. സോ ജെയിൻ, സിഖ്, ബുദ്ധിസ്റ്റ് ഇവരും കൂടി എന്താണ്? HUF, അവരുടെ ഫാമിലി ബിസിനസ്സും HUF ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആയിട്ട് തന്നെയാണ് ഇൻകം ടാക്സിൽ എന്ത് ചെയ്യുന്നത്? അസസ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ച് പറഞ്ഞാൽ കമ്പനി വെദർ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓർ 1956 ഓർ 2013. 2013 കമ്പനീസ് ആക്ട്, ഓക്കെ, അതിന് മുമ്പുണ്ടായ 1956 കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ കമ്പനി എന്ന് വിളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പേഴ്സൺ ഡെഫിനേഷനിൽ വരുള്ളൂ. കാരണം ഇവിടെ തൊട്ട് മുകളിൽ നോക്കുകയാണ് ഇൻഡിവിജ്വൽ ഒരു തിലും പോയിട്ട് പേഴ്സണായിട്ട് രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട. ബൈ ബർത്ത് ഒരാൾ എന്തായി മാറുന്നുണ്ട്? പേഴ്സണായിട്ട് മാറുന്നുണ്ട്. HUFനെ നോക്കുകയാണെങ്കിൽ HUF ഓട്ടോ ക്രിയേഷൻ ഓഫ് ലോ ആണ്. ഓക്കെ. അതൊരു ഈ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഫാമിലി ഉണ്ടായി കഴിഞ്ഞാൽ നിയമപ്രകാരം എന്തായി? HUF ആയി മാറി. അല്ലാതെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ത്രൂ ഓട്ടോമാറ്റിക് ക്രിയേഷൻ. ഓക്കെ. സോ ലോ പ്രകാരം ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഡീഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ HUFൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ തൽക്കാലം ഒന്ന് 7 ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽ, HUF. ഓക്കെ. സോ കമ്പനി ആണെങ്കിൽ മസ്റ്റ് ബി എന്തായിരിക്കണം? രജിസ്റ്റേർഡ് ആയിരിക്കണം. സോ ഇപ്പോൾ നിലവിലുള്ള കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ? കമ്പനി ആവുള്ളൂ. ദെൻ ഫെയിം ഇൻക്ലൂഡിങ് LLP വെദർ ഓർ നോട്ട് രജിസ്റ്റേർഡ്. ശ്രദ്ധിക്കാം. ഫെയിം, ദറ്റ് ഈസ് പാർട്ണർഷിപ്പ് ഫെയിം, രജിസ്ട്രേഷൻ എടുത്തതോ അല്ലാത്തതോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പാർട്ണർഷിപ്പ് ഫെയിം ആണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്നുള്ള കേരള വെബ്സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ ഈവൻ ഓറൽ എഗ്രിമെൻറ്റ് വഴി പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ പാർട്ണർഷിപ്പ് ഫെയിം വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട് ഇൻക്ലൂഡിങ് LLP അടക്കം അത് പാർട്ണർഷിപ്പ് ഫെയിം ആയിട്ടാണ് അസസ്മെൻറ്റ് കണക്കാക്കുന്നത്. അതിൻ്റെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഫെയിം ആൻഡ് LLP, ഓക്കെ, സോ ഫെയിം ഇൻക്ലൂഡിങ് LLP വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട് എന്താണ്? പേഴ്സൺ ഡെഫിനേഷൻ. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫെയിം എന്ത് ചെയ്യണമെന്നില്ല, രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഓക്കെ. രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അതെന്തായി? പേഴ്സൺ ഡെഫിനേഷനിൽ വരുന്നതാണ്. ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ദറ്റ് ഈസ് AOP ഓർ BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, വെദർ ഓർ നോട്ട് ഇൻകോർപ്പറേറ്റഡ്, ദറ്റ് ഈസ് അത് ഇൻകോർപ്പറേറ്റഡ് രജിസ്റ്റേർഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രജിസ്റ്റേർഡ് ആണെങ്കിലും അല്ലെങ്കിലും അതെന്താണ്? പേഴ്സൺ ഡെഫിനേഷനിൽ വരുന്നുണ്ട്. AOP ഓർ BOI, ദറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അവരെന്താണ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത് ലോക്കൽ അതോറിറ്റി, ലൈക്ക് മുനിസിപ്പാലിറ്റികളൊക്കെ പോലെ ലോക്കൽ അതോറിറ്റീസ്. ദ ലാസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ
ജുറിഡിക്കൽ പേഴ്സൺ ഓക്കെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ളത് ദാറ്റ് ഈസ് നമ്മുടെ ഇൻ ദ ഐസ് ഓഫ് ലോ, നിയമപ്രകാരം ഓക്കെ. ഈ പറഞ്ഞ തൊട്ടുമുള്ള 6 ആൾക്കാരിൽ വരാത്ത ഇത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഇപ്പോൾ CA-ക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, CMA-ക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ICSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഏത് വരും? ഇൻഡിവിജ്വൽ ആണോ? ഓക്കെ, HUF ആണോ? അല്ല ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല. ഇനി കമ്പനി ആണോ? അല്ല. ഓക്കെ, സോ അതുപോലെ തന്നെ AOP BOA ആണോ? അല്ല. ഓക്കെ, ഫെയിം ആണോ? അല്ല. ഓക്കെ, ലോക്കൽ അതോറിറ്റി ആണോ? അല്ല. പിന്നെ ഏതിലാണ് വരിക? ഓക്കെ, നമ്മളുടെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് വരിക. അതുപോലെ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള അല്ലെങ്കിൽ പല റിലീജിയസ് സ്ഥാപനങ്ങളൊക്കെ ഓക്കെ, അവരൊക്കെയാണ് ഏതിൽ വരുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ 7 ആൾക്കാർ ജസ്റ്റ് ഒന്ന് പഠിക്കുക. സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 പേഴ്സൺ ആരൊക്കെ വരും? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, FAM അല്ലെ, AOP BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. ഓക്കെ, നോട്ട് ഫോളോയിങ് അണ്ടർ എനി ഓഫ് ദ പ്രിസീഡിങ് സബ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ ആൾക്കാരെ ഒന്ന് കവർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻഡിവിജ്വൽ ബൈ ബർത്ത് എന്താണ്? ഒരു പേഴ്സൺ ആയിട്ട് വന്നത്. HUF അല്ലെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ളത്? നോർമലി ഈ സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ അപ്രോച്ചിനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളത് 2 സ്കൂൾ ഓഫ് തോട്ടാണ്. ഒന്ന് മിതക്ഷര സ്കൂൾ ഓഫ് തോട്ട്, അതുപോലെ തന്നെ ദായബഗ എന്ന് പറയും, ദായബഗ സ്കൂൾ ഓഫ് തോട്ട്. ഈ ദായബഗ എന്ന് പറയുന്നത് ഓൺലി ആസാം, വെസ്റ്റ് ബംഗാൾ ഈ 2 സ്റ്റേറ്റിൽ മാത്രമേ നിലവിലുള്ളൂ. ഇതല്ലാത്ത ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ നിലവിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിതക്ഷര. ഇനി എന്താണ് മിതക്ഷര, അതുപോലെ എന്താണ് ദായബഗ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം ഒന്ന് മനസ്സിലാക്കുക. നോർത്ത് ഇന്ത്യയുടെ നമ്മൾ കേരളത്തിലൊന്നും അധികം ഇല്ല. സോ നോർത്ത് ഏരിയയിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം HUFന്റെ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി നിലവിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഓക്കെ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ A ആൻഡ് മിസ്സിസ് A. ഓക്കെ, സോ മിസ്റ്റർ A, മിസ്സിസ് A. അപ്പോൾ അവർക്ക് ഒരു സൺ ഉണ്ടെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ ഒരു ഡോട്ടർ. ഓക്കെ, ദെൻ സൺഡേ വൈഫ്. ഓക്കെ, അതുപോലെ തന്നെ ഡോട്ടർ. നോർമലി മാരീഡ് ഡോട്ടർ, അൺമാരീഡ് ഡോട്ടർ എന്നുള്ളൊരു വ്യത്യാസം 2005 വരെയൊക്കെ ഉണ്ടായിരുന്നു. 2005 ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം 2005 സെപ്റ്റംബർ 6 മുതൽ മാരീഡ് ഡോട്ടർ ആണെങ്കിലും അൺമാരീഡ് ഡോട്ടർക്ക് ഓൾറെഡി ഈ ആൻസിസ്റ്റൽ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. ദെൻ മാരീഡ് ഡോട്ടറിനും ഫാദറിൻ്റെ പ്രോപ്പർട്ടിയിൽ പാർട്ടീഷനുള്ള അവകാശമുണ്ടെന്നുള്ളത് ആ അമെൻമെൻറ്റ് ആക്ടിൽ വന്നതോട് കൂടിയിട്ട് മാരീഡ് ഡോട്ടറും അൺമാരീഡ് ഡോട്ടറും എന്നാണ് ഇതിൻ്റെ അവകാശികളാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ. നോർമലി നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ HUFൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കോ പാർട്ട്നേഴ്സ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് കോ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർ പോലെ മറ്റൊരിതാണ് മെമ്പർ. എല്ലാ മെമ്പർമാരും കോ പാർട്ട്ണർ ആവണമെന്നില്ല, മനസ്സിലാക്കുക. അപ്പോൾ HUFന്റെ അകത്തുള്ളവർ നമ്മൾ മെമ്പർ എന്ന് വിളിക്കും. ഈ മെമ്പറിൽ തന്നെ ചില ആൾക്കാർ എന്താണ് കോ പാർട്ട്നേഴ്സ് ആണ്. ഇനി ആരാണ് കോ പാർട്ട്നേഴ്സ്, ആരാണ് മെമ്പേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞത് എക്സാമിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലോ അനലൈസ് ചെയ്യാനും പ്രൊവിഷൻസ് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും, ലോനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതൊന്ന് കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ HUF എന്ന് പറയുന്നത് മിസ്റ്റർ A അതുപോലെ തന്നെ മിസ്സിസ് A ചേർന്ന ഒരു ഫാമിലി, അവരുടെ സൺ, ദെൻ സൺഡേ വൈഫ്, ഓക്കെ, അതുപോലെ തന്നെ ഡോട്ടർ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ ഒരു പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ Aയും മിസ്സിസ് Aയും കൂടി അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച് ഒരു ഷോപ്പും ഒരു ബിസിനസ്, ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ്, ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടി, അതിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മിസ്റ്റർ A മിസ്സിസ് A എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ സമ്പാദിച്ചിട്ട് അതിൽ നിന്ന് വാങ്ങിച്ച അസറ്റ്സ് ഒക്കെയാണ്. ഇനി സപ്പോസ് ഒരു ആക്സിഡൻറ്റിലോ എന്തെങ്കിലും കാരണവശാലും എന്ത് ചെയ്യുന്നു, മിസ്റ്റർ A മിസ്സിസ് A ഒക്കെ എന്തെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ
ഇവരെന്ത് ചെയ്യാണ്, ഈ സണ്ണും അതുപോലെ തന്നെ ഡോട്ടറും കൂടി എന്ത് വിചാരിക്കുകയാണ്, ഈ ഒരു പ്രോപ്പർട്ടി അവരുടെ ആ ഫാമിലി പ്രോപ്പർട്ടി അവർ നിന്ന് ഡിവൈഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സൊക്കെയാണ് ഫാമിലി ബിസിനസ്, നല്ല ഗുഡ് വില്ലൊക്കെ ഉണ്ടാവും. അപ്പം ഇനി അത് പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇനി അതുപോലെ തന്നെ ഫ്ലാറ്റ് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ഓക്കെ, ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ്, ഇതിൽ അത് ഡിവൈഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വൽസിൻ്റെ പേരിലോട്ട് മാറ്റാതെ അതൊരു കോമൺ പ്രോപ്പർട്ടി, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടീസിനെ HUF ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷെ നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു HUFന് ഒരു ഡീഡ് ഉണ്ടാക്കിയിട്ട് ഫ്യൂച്ചറിൽ ഓക്കെ ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീഡ് വെച്ചിട്ട് നമുക്ക് HUF രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ HUF നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ദെൻ ഈ ഒരു പ്രോപ്പർട്ടീസ് HUFൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം വരുമ്പോൾ HUF ആണ് എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കേണ്ടത്. ഈ ഒരു ഇൻഡിവിജ്വൽ, ഈ സണ്ണോ അല്ലെങ്കിൽ ഈ ഒരു ഡോട്ടറോ അല്ല, HUF തന്നെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓരോ വ്യക്തികളുടെ പേരിലാണോ ടാക്സ് കൊടുക്കുക? ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും HUF ആണെങ്കിലും ഫെയിം ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ പേരിലാണോ ടാക്സ് കൊടുക്കുന്നത്? അല്ല, പകരം അതിനൊരു ഐഡൻറ്റിറ്റി അല്ലേ, ഓരോ ഇപ്പോൾ ഇൻഡിവിജ്വൽസിനാണെങ്കിലും അതുപോലെ തന്നെ ഫെയിമിനാണെങ്കിലും അതുപോലെ നമ്മളുടെ HUFനാണെങ്കിലും ഒരു ഐഡൻറ്റിറ്റി, ഒരു യൂണീക്ക് നമ്പർ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ICAയിലൊക്കെ നമ്മൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇപ്പോൾ CAക്കാണെങ്കിൽ SRO നമ്പർ, CMAക്കാണെങ്കിൽ 01112 എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും നമ്മളെ മനസ്സിലാക്കി, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. എക്സാം രജിസ്ട്രേഷൻ സമയത്തും മറ്റു കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ആ യുണീക്ക് നമ്പറാണ് യൂസ് ചെയ്യുക. അതുപോലെ ഇൻകം ടാക്സ് ആക്ടിൽ പാൻ എന്ന് പറയുന്ന പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, ഓക്കെ, സോ പാൻ എന്ന് പറയുന്ന പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് നമുക്കൊരു യുണീക്ക് നമ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. അത് നമുക്ക് ഓൾറെഡി അത് അസസ്മെൻറ്റ് റിട്ടേൺ ഫയലിംഗ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് പാൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ. ഒരു ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പാൻ നമ്പറിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് പറയുകയാണെങ്കിൽ BMWKPA ഓക്കെ 3450 ഞാൻ ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പാൻ നമ്പർ നോക്കാം, BMWPA ഓക്കെ 3450 ഓക്കെ. ഇപ്പോൾ ഒരു 10 ഡിജിറ്റ് ആണ് അല്ലേ. സോ ഇവിടെ ഒരു 5 ഡിജിറ്റ് ഓക്കെ, പിന്നെ ഒരു 4, പിന്നെ ലാസ്റ്റ് ഓക്കെ, അങ്ങനെ ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ് നമുക്ക് പാൻ ആയിട്ട് വരുന്നത്. ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ ഒരു ആദ്യത്തെ 3 നമ്പർ അല്ലേ, 3 അക്ഷരങ്ങളല്ലോ BMW എന്നുള്ളത്, ആക്ച്വലി അതൊരു AAA മുതൽ AA മുതൽ Z വരെയുള്ള ഒരു നമ്പറാണ് വരിക. ആ ഒരു ഇതിൽ റാൻഡംലി നമുക്ക് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ AAA to ZZZ വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ 3 വരുന്നത്. പിന്നെ ഈ ഒരു P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ. സോ P മീൻസ് ഇപ്പോൾ P ആണ് അവിടെ വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് പാൻ നമ്പർ ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ എല്ലാവരുടെയും എന്തായിരിക്കും അവിടെ P ആയിരിക്കും. ബിക്കോസ് P റെപ്രസെൻറ്റ്സ് ഇൻഡിവിജ്വൽ ഓക്കെ. സോ നമ്മൾ പേഴ്സണൽ ഡെഫിനേഷനിൽ ഇൻഡിവിജ്വൽ ആണെങ്കിലാണ് അവിടെ എന്ത് വരുന്നത്, P വരുന്നത്. C ആണെങ്കിൽ അതെന്തായിരിക്കും, കമ്പനി ആയിരിക്കും ഓക്കെ. അപ്പോൾ തന്നെ നമുക്ക് F എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഫെയിം എന്നാണ് ഓക്കെ. അതുപോലെ H എന്നാണെങ്കിൽ അതെന്തായിരിക്കും, HUF ആയിരിക്കും. അതുപോലെ T ഒക്കെ ആണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ദാറ്റ് ഈസ് നമ്മളുടെ ട്രസ്റ്റ് ഒക്കെ ആയിരിക്കും ഓക്കെ. അപ്പോൾ BMW ഓക്കെ, BMW ആദ്യത്തെ 3 അക്ഷരങ്ങൾ, ഈ 3 അക്ഷരങ്ങൾ AAA to ZZZ വരെയുള്ള ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും ആവാം ഓക്കെ. അതിനുശേഷം വരുന്ന P എന്ന് പറയുന്നത് സോ ഇൻഡിവിജ്വലിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ ഓരോരുത്തർ കമ്പനികളുടെ പാൻ നമ്പർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഓക്കെ. C ആയിരിക്കും. അതുപോലെ ഫെയിം ആണെങ്കിൽ F ആയിരിക്കും. ദെൻ അപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ GST നമ്പർ വന്നിട്ടുള്ളത് GST നമ്പർ പാൻ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ GST നമ്പർ നോക്കിക്കഴിഞ്ഞാൽ GST നമ്പറിൻ്റെ ആദ്യത്തെ 2 അക്ഷരം സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. ഇപ്പോൾ 32-ന് ശേഷം വരുന്നത് പിന്നെ പാൻ നമ്പർ ആയിരിക്കും 10 നമ്പർ. 32-ന് ശേഷം 32 കേരളത്തിൻ്റെ സ്റ്റേറ്റ് കോഡാണ്. അതിനുശേഷം വരുന്ന നമ്പറിൽ നോക്കുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ഥാപനം ഒരു പാർട്ണർഷിപ്പ് ഫെയിം ആണോ, കമ്പനിയാണോ, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പാൻ നമ്പർ നോക്കുകയാണല്ലോ ഓക്കെ. അപ്പോൾ P ഒക്കെ പേഴ്സണലി നമ്മളുടെ ഇൻഡിവിജ്വൽ ഇതിലെന്തായിരിക്കും, P ആയിരിക്കും. അതിനുശേഷം വരുന്ന A എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് നമ്മളുടെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഓക്കെ. ഇപ്പോൾ അൻസാരി എന്നുള്ളതിൻ്റെ
എ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് നെയിം, നിങ്ങൾ പാൻ ഡാറ്റാബേസിൽ എന്താണോ ലാസ്റ്റ് നെയിം സർനെയിം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എന്തായിട്ട് വരുന്നത്, അഞ്ചാമത്തെ ഡിജിറ്റ് ഇതായിട്ട് വരുന്നത്, അഞ്ചാമത്തെ ലെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡിജിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം വരുന്ന 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്കത് 00012 9999 ഓക്കെ വരെയുള്ള ആ നമ്പേഴ്സാണ്. ഇത് ഈ ഒരു 4 നമ്പർ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ 00012 999 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്നത് ചെക്ക് ഡിജിറ്റ് എന്നാണ്. ഓക്കെ, ഗവൺമെൻറ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ചെക്ക് ഡിജിറ്റ് എന്നുള്ളത്, അപ്പോൾ ആധാറിനായിട്ട് ലിങ്ക് ചെയ്യുന്ന അങ്ങനെ പല കാര്യങ്ങളിലോട്ട് വേണ്ടിയിട്ട്. എനിവേ, അപ്പോൾ 10 ആൽഫ ന്യൂമറിക് ഓക്കെ അത് ചേർന്നതാണ് എന്ത് പറയുന്നത് പാൻ എന്ന് പറയുന്നത്. അതിനും ഒരു ലോജിക്ക് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 എണ്ണം AAA to ZZZ വരുന്നതായിരിക്കും. പിന്നെ PC അത് നമ്മളുടെ പേഴ്സൺസിൽ ആരാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ദെൻ അതിന് ശേഷം നിങ്ങളുടെ ലാസ്റ്റ് നെയിം സാർ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് വരുന്നത്. പിന്നീടുള്ള 4 നമ്പർ എന്ന് പറയുന്നത് 00012 9999 വരെയുള്ള നമ്പേഴ്സ് ലാസ്റ്റ് ചെക്ക് ഡിജിറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പാൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി വരുന്നത് ത്രൂ പാനിലൂടെയാണ്. അപ്പോൾ ഫെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ HUF ആയിക്കോട്ടെ, HUFനെ കുറിച്ചാണ്. അപ്പോൾ HUFന് ഒരു സെപ്പറേറ്റ് പാൻ നമ്പർ എന്ത് ചെയ്യണം നമുക്ക് കിട്ടും. ഓക്കെ, ആ ഫാമിലി നമ്മൾ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന നിർബന്ധമില്ല. പക്ഷെ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക പാനിന് അപേക്ഷിക്കുകയാണെങ്കിൽ ആ പാൻ നമ്പർ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ഒരു ഫാമിലി പ്രോപ്പർട്ടിയുടെ ബിസിനസ്സിൻ്റെ വരുമാനങ്ങൾ അല്ലെങ്കിൽ റെൻറ്റ് കാര്യങ്ങളൊക്കെ ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും വരുന്നത്. ദെൻ ആ ഇൻകത്തിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന സൺ അല്ലെങ്കിൽ ഡോട്ടർ അല്ല, പകരം ആരാണ് ആ HUF ആ ഫാമിലിയുടെ പേര്. അതിനൊരു പ്രത്യേക പാൻ നമ്പർ ഉണ്ടല്ലോ, യൂണിക് പാൻ നമ്പർ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയും ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു HUFലെ മെമ്പേഴ്സ്, കോ പാർട്ട്നേഴ്സ് അങ്ങനെ ചില വേർഡ്സുകൾ പറഞ്ഞു അല്ലേ. യെസ്, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്യാനില്ലെങ്കിൽ നോക്കാം. മിസ്റ്റർ എ ഓക്കെ പ്ലസ് മിസ്സിസ് എ, ദെൻ അവർക്ക് ആദ്യത്തെ സൺ ഉണ്ടായിരുന്നു, സൺ 1, ദെൻ സൺ 2, ദെൻ ഡോട്ടർ 1. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ, മിസ്സിസ് എ, ദെൻ അവരുടെ 3 മക്കളിൽ 2 ആൺകുട്ടികളാണ്, മെയിൽ സൺ 1, സൺ 2, അതുപോലെ തന്നെ ഡോട്ടർ. ദെൻ ഇവർ മാരേജ് ചെയ്തെന്ന് വിചാരിക്കുക. സോ അതുകൊണ്ട് സൺ 1ൻ്റെ വൈഫ് 1 അതുപോലെ തന്നെ വൈഫ് 2. ഓക്കെ, ദെൻ ഇവിടെ ഡോട്ടറെ സംബന്ധിച്ചിടത്തോളം ഡോട്ടറിൻ്റെ എന്ത് വരും, ഹസ്ബൻഡ് വരും അല്ലേ, ദാറ്റ് ഈസ് ഹസ്ബൻഡ്. ഓക്കെ, ദെൻ വീണ്ടും ഫാമിലി വലുതാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈ ഒരു ഫാമിലി ഇവർക്ക് ഓക്കെ ഇവർക്ക് വീണ്ടും എന്താണ് ഒരു സൺ, ഒരു ഡോട്ടർ. സ്വാഭാവികമായിട്ട് അവർ മാരേജ് ചെയ്യുമ്പോൾ അവരുടെ വൈഫ്, ഇവിടെ ഹസ്ബൻഡ്. ഓക്കെ, ദെൻ അഗെയിൻ ഇവിടെയും സൺ, ഡോട്ടർ, ദെൻ സൺ മാരേജ് ചെയ്യുന്നു, ഡോട്ടർ ഹസ്ബൻഡ് മാരേജ്. ഇവിടെയും സൺ, വൈഫ്, ഡോട്ടർ, ഹസ്ബൻഡ്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, HUFൻ്റെ ഡെഫിനിഷൻ ആക്ച്വലി ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് HUF എന്തില്ല ഡിഫൈൻ ചെയ്തിട്ടില്ല, പകരം ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഹിന്ദു ലോയിലാണ് HUFൻ്റെ മീനിങ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഓട്ടോ ക്രിയേഷൻ ഓഫ് ലോ ആണ് ത്രൂ നിയമത്താൽ. ഓക്കെ, നിയമം വഴി രജിസ്ട്രേഷൻ ഒന്നും വേണ്ട, നിയമം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് HUF എന്നാണ്. അപ്പോൾ അതിൽ ഈ കോപാർട്ട്നർ എന്ന് പറയുന്നത്, ഓക്കെ കോപാർട്ട്നർ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ ഈ ഒരു ഫാമിലി പ്രോപ്പർട്ടീനെ ഡിവൈഡ് ചെയ്യാനുള്ള, പാർട്ടീഷൻ ചെയ്യാനുള്ള അധികാരമുള്ളത്, അത് ഡിമാൻഡ് ചെയ്യാനുള്ള അധികാരം, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോപാർട്ട്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഫാമിലിയുടെ അകത്ത് ഒരേ ലൈനിൽ വരുന്ന, ഓക്കെ സോ ഒരു കോമൺ ആൻസിസ്റ്ററുടെ ഇതിൽ നിന്ന് വരുന്ന മെയിൽ മെമ്പേഴ്സ്, അവിടുത്തെ അല്ലെങ്കിൽ മെയിൽ മെമ്പേഴ്സും ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, സോ അപ്പോൾ ഗേൾസും വരും, ഡോട്ടേഴ്സും വരും. ഓക്കെ, അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിസ്റ്റർ എ എന്താണ് മെമ്പറാണ്, മിസ്സിസ് എ മെമ്പറാണ്, കാരണം അദ്ദേഹത്തിൻ്റെ വൈഫും എന്താണ് ഒരു HUFലെ മെമ്പറായിട്ട് വരും. പക്ഷേ കോപാർട്ട്നർ എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയുടെ അകത്തെ ഓക്കെ ചൈൽഡ് ഒരു 4 തലമുറ. ഓക്കെ, നമ്മൾ എക്സാമിനൊന്നും പഠിക്കാനില്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ഒരു 4 ജനറേഷൻ, മാക്സിമം ഒരു 4 ജനറേഷനിലെ ചൈൽഡ്. ഓക്കെ, സോ ഇൻക്ലൂഡിങ് എന്താ പറയുക ഗേൾസ്. ഓക്കെ, മെയിൽ മാത്രമല്ല ഗേൾസ് അടക്കമുള്ള ഓക്കെ ഡോട്ടേഴ്സും അതിൻ്റെ അകത്ത് വരും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോപാർട്ട്നർ എന്ന്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് കോപാർട്ട്നർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മിസ്റ്റർ എ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ
സൺ, ഈ ഒരു സൺ, ഈ ഒരു ഡോട്ടർ, ഇവരൊക്കെ എന്താണ് കോപാർട്ട്നേഴ്സ് ആണ്. നേരെ മറിച്ച് ഇവരുടെ വൈഫ്, ദറ്റ് സണ്ണിൻ്റെ വൈഫ് അല്ലെങ്കിൽ മിസ്റ്റർ എയുടെ വൈഫ് മെമ്പറാണ്, പക്ഷെ കോപാർട്ട്നർ അല്ല. ഓക്കെ, ദെൻ വൈഫ് സൺ 1ൻ്റെ വൈഫ് മെമ്പറാണ്, ഓക്കെ, കോപാർട്ട്നർ അല്ല. സൺ 2ൻ്റെ വൈഫ് എന്താണ് മെമ്പറാണ്, കോപാർട്ട്നർ അല്ല. ഡോട്ടറുടെ ഹസ്ബൻഡ് എന്താണ് മെമ്പറാണ്, പക്ഷെ എന്തല്ല കോപാർട്ട്നർ അല്ല. ഓക്കെ, ദെൻ ഇനി ഇവിടെ ഈ ഒരു സണ്ണിൻ്റെ പിന്നീട് അവരുടെ ഫാമിലി വലുതാകുമ്പോൾ വീണ്ടും എന്തുണ്ട്, ഇവിടെ വീണ്ടും ഒരു സൺ വരുന്നുണ്ട് അല്ലേ, ഡോട്ടർ വരുന്നുണ്ട്. then ഇവിടെയും സൺ ഡോട്ടർ വരുന്നുണ്ട്. then ഇവിടെ ഡോട്ടറിന് എന്ത് വരുന്നുണ്ട്, സൺ ഡോട്ടർ വരുന്നത്. കുറച്ചൊന്നും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം. അപ്പോൾ ഇവിടെ ഈ സണ്ണിൻ്റെ ഈ ഒരു സൺ 1ന് വീണ്ടും മാരേജ് ചെയ്ത് അവരുടെ മക്കളുണ്ടാകുമ്പോൾ അവരിൽ സണ്ണും ഡോട്ടറും വരുമ്പോൾ ഇത് ഇവിടുത്തെ മെയിൽ മെമ്പറാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ സണ്ണും ഡോട്ടറും എന്തായി മാറും, കോപാർട്ട്നറായിട്ട് മാറും. ഓക്കെ, ഈ ഒരു സണ്ണാണെങ്കിലും ഡോട്ടർ ആണെങ്കിലും കോപാർട്ട്നറാണ്, പക്ഷെ ബാക്കിയുള്ള ഈ വൈഫും ഇവരൊക്കെ എന്താണ് മെമ്പേഴ്സ് മാത്രമാണ് ആ ഫാമിലിയുടെ. ഓക്കെ, ഇനി സൺ 2ൻ്റെ സണ്ണും ഡോട്ടറും എഗൈൻ എന്താണ് കോപാർട്ട്നറാണ്, പക്ഷെ ബാക്കിയുള്ളവർ അതിൻ്റെ വൈഫ് ഹസ്ബൻഡൊക്കെ എന്താണ് ഓൺലി മെമ്പേഴ്സാണ്. ശ്രദ്ധിക്കാം, ഈ ഒരു ഡോട്ടറിൻ്റെ സണ്ണും ഡോട്ടറും ഇവിടെ എന്തല്ല കോപാർട്ട്നർ അല്ല, ഓൺലി എന്താണ് മെമ്പേഴ്സ് മാത്രമാണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോട്ടർ സ്വാഭാവികമായിട്ടും മാരേജ് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഇതുപോലെ തന്നെ HUF ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ആ ഹസ്ബൻഡ് കോപാർട്ട്നർ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഹസ്ബൻഡ് കോപാർട്ട്നർ അല്ല, ഡോട്ടർ കോപാർട്ട്നർ ആണ്, ഹസ്ബൻഡ് ഓൺലി മെമ്പറാണ്. പക്ഷെ ഈ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ HUF ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും കോപാർട്ട്നർ ആയിരിക്കും അല്ലേ. ദെൻ അദ്ദേഹത്തിൻ്റെ സൺ ഡോട്ടർ അവിടുത്തെ ബിസിനസ്സിൽ എന്തായിരിക്കും കോപാർട്ട്നർ ആയിരിക്കും, പക്ഷെ ഇവിടെ എന്തായിരിക്കും മെമ്പർ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെന്താ പറഞ്ഞത്, HUF ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, നോർത്തിലേക്ക് കാണുന്നതാണ്. അതിൻ്റെ ഒപ്പം ജെയിൻ ബുദ്ധ മതക്കാരൊക്കെ HUF ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. എനിവേ, ഇനി ആ ഒരു ഫാമിലി പ്രോപ്പർട്ടി മിസ്റ്റർ എ മിസ്സിസ് എ അവരുടെ മക്കൾ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഡോട്ടറും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഫാമിലി ഒരു കോമൺ പ്രോപ്പർട്ടി, ഓക്കെ, ആൻസെസ്റ്റർ പ്രോപ്പർട്ടി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മിസ്റ്റർ എ മിസ്സിസ് എ മരണപ്പെട്ടിട്ടാണെങ്കിൽ അല്ല അവർ ജീവനോടുള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ മരണശേഷം ആണെങ്കിലും. ഓക്കെ, സോ ഇപ്പോൾ ജീവനുള്ള സമയത്ത് അവരും കൂടി എന്താണ് കോപാർട്ട്നർ മെമ്പർ അവർക്കും കൂടെ വരും. അല്ലാത്ത കേസിൽ മക്കൾ മാത്രം നോക്കിയാൽ മതി. ഇവർ ജീവനോടുള്ള സമയത്താണെങ്കിൽ മിസ്റ്റർ എ മിസ്സിസ് എ മിസ്റ്റർ എയുടെ വൈഫായതുകൊണ്ട് ആ ഫാമിലിയിലെ കോപാർട്ട്നർ ആവില്ല. കാരണം ആ പ്രോപ്പർട്ടി, ഫാമിലി പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. ഓക്കെ, അതാർക്ക് മാത്രമേ ഉള്ളൂ, കോപാർട്ട്നേഴ്സിന് മാത്രമേ ഉള്ളൂ. മെമ്പേഴ്സിന് അവരുടെ മെയിൻ്റനൻസ് എക്സ്പെൻസ് മാത്രം ക്ലെയിം ചെയ്യാനുള്ള, ഓക്കെ, ഫുഡ്, മറ്റ് ക്ലോത്ത്, അങ്ങനെയുള്ള ബേസിക് എക്സ്പെൻസുകൾ മാത്രമാണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ മിസ്സിസ് എ ദെൻ അവർ മിസ്റ്റർ എ കോപാർട്ട്നർ ആണ്, മിസ്സിസ് എ മെമ്പർ ഓൺലി. ദെൻ സൺ, ഇവരുടെ ഫസ്റ്റ് സൺ, സെക്കൻഡ് സൺ, ഡോട്ടർ ഇവരൊക്കെ കോപാർട്ട്നേഴ്സ് ആണ്. ഈവൻ ഡോട്ടറും എന്നാണ് കോപാർട്ട്നേഴ്സ് ആണ്. ദെൻ അവരുടെ വൈഫ്, സണ്ണിൻ്റെ വൈഫും അതുപോലെ തന്നെ ഡോട്ടറിൻ്റെ ഹസ്ബൻഡും ഓൺലി മെമ്പേഴ്സ് ആണ്. കാരണം അവർക്ക് ഈ ഫാമിലി പ്രോപ്പർട്ടിയുടെ ഷെയർ, ആൻസെസ്റ്റർ പ്രോപ്പർട്ടിയിൽ എന്തില്ല, ഷെയർ ഇല്ല, അത് പാർട്ടി ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് അവർ മെമ്പേഴ്സ് ആണ്, കോപാർട്ട്നേഴ്സ് അല്ല. ഈ ഒരു സണ്ണിന് വീണ്ടും ഫാമിലി ഉണ്ടാകുമ്പോൾ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ സണ്ണ് ഡോട്ടേഴ്സ് ഇവരൊക്കെ കോപാർട്ട്നേഴ്സ് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ അച്ഛൻ ആരായിരുന്നു, കോപാർട്ട്നർ ആണ്. ഇവിടെ അച്ഛൻ കോപാർട്ട്നർ ആണെങ്കിൽ ഇവർക്ക് പ്രോപ്പർട്ടിയിൽ എന്തുണ്ട്, ഷെയർ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ സൺ 2ൻ്റെ നോക്കുകയാണെങ്കിൽ ദെൻ എസ്, ഇവിടെ ഡി ഡോട്ടേഴ്സ്, ഇവർക്കും ഇവിടെ എന്താ പറയുക ഫാദർ. ഇവിടെ ഫാദർ എന്താണ്, ഈ ഒരു സണ്ണും ഈ ഒരു ഡോട്ടർ, അവരുടെ സൺ 1 എന്ന് പറഞ്ഞാൽ അവരുടെ ഫാദറാണ്. അവരുടെ ഫാദർ എന്താണ് കോപാർട്ട്നർ ആയിരുന്നു, അപ്പോൾ അവർക്ക് ഷെയർ ഉണ്ട്. ഇവിടെയും നോക്കുകയാണെങ്കിൽ സൺ ഡോട്ടർ ഇവരുടെ ഫാദർ എന്തായിരുന്നു, കോപാർട്ട്നർ ആണ്, അവർക്ക് ഇപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തിൻ്റെ ഷെയർ ഉണ്ട്. അപ്പോൾ നേരെ മറിച്ച് മൂന്നാമത്തെ ലെഗിലെ ഈ ഒരു സൺ ഈ ഒരു ഡോട്ടറിൻ്റെ ഫാദറിനെ നോക്കുകയാണെങ്കിൽ, അതായത് തൊട്ട് മുകളിലെ ഡോട്ടർ ഹസ്ബൻഡാണ് ഇവിടുത്തെ ഫാദർ അല്ലേ, ഇവരുടെ ഫാദർ ആളിവിടെ കോപാർട്ട്നർ ആയിരുന്നോ, അല്ല. ഓക്കെ, അവരിവിടെ കോപാർട്ട്നർ ആയിരുന്ന ആൾ മെമ്പർ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെന്തല്ല, ഇവർക്കിവിടെ മെമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, കോപാർട്ട്നർ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരാൾ കോപാർട്ട്നർ ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാദർ എന്തായിരിക്കണം, ഈ HUFലെ കോപാർട്ട്നർ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സോ ഇവിടെ ഉള്ള ആൾക്കാർ, താഴത്തെ ആൾക്കാർ കോപാർട്ട്നർ ആവണമെങ്കിൽ അവരുടെ ഫാദർ ആ HUFൽ ആരായിരിക്കണം, കോപാർട്ട്നർ ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഓക്കെ, ഇവർക്ക് കോപാർട്ട്നർ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അമ്മ, ദാറ്റ് ഈസ് ഡോട്ടർ.
ആദ്യത്തെ ലെഗിലെ ഡോട്ടർ അല്ലെങ്കിൽ ഈ ഒരു സണ്ണിൻ്റെയും ഡോട്ടറിൻ്റെയും അമ്മ ആ ഒരു HUF എന്തായിരുന്നു കോപ്പാസണർ, പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല, കോപ്പാസണർ ഇത് കിട്ടുന്നില്ല. കാരണം അച്ഛൻ എന്തെല്ലാം കോപ്പാസണർ ആയിരുന്നില്ല, മെമ്പർ മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ കോപ്പാസണർ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർട്ടിയിൽ ഷെയർ കിട്ടും. ബാക്കിയുള്ള മെമ്പേഴ്സിന് അവരുടെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങൾ മാത്രമേ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അതിൽ അവകാശമുള്ളൂ. പ്രോപ്പർട്ടിയിൽ എന്തില്ല, ഷെയർ ഇല്ല. ഇനി വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഇതിൽ ചെറുതായിട്ട് വരാം. കാരണം ഇനിയിപ്പോൾ മാരീഡ് ഡോട്ടർ ആണെങ്കിൽ ആക്ച്വലി മാരീഡ് ഡോട്ടർ മെമ്പർ ആണോ അല്ലെങ്കിൽ കോപ്പാസണർ ആണെന്നൊക്കെ പറഞ്ഞാൽ കോപ്പാസണർ ആണ്, മെമ്പർ ആണെന്നുള്ള കാര്യം. കാരണം മാരീഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ മാരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല അങ്ങോട്ട് പോകുമ്പോൾ, അപ്പോൾ അവിടെ HUF ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, മെമ്പറാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ മെമ്പർ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യാൻ വെക്കാം, സോ എന്താണ് HUF എന്നുള്ളതും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെമ്പർ ആരാണ്, കോപ്പാസണർ ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ഫാമിലിയുടെ പ്രോപ്പർട്ടിയിൽ ഷെയർ ഉള്ളവരാണ് എന്ത് പറയുന്നത്, കോപ്പാസണർ എന്ന് പറയുന്നത്. നോർമലി ആരാണ് വരുന്നത്, ഓക്കെ, അതിലെ ആൺമക്കളും പെൺമക്കളൊക്കെ വരും. ഓക്കെ, ചൈൽഡ് ഒരു 4 ജനറേഷൻ വരെയുള്ള എല്ലാ ചൈൽഡ്, മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവരും വരും. ഓക്കെ, പക്ഷെ അവരുടെ ഇതിലെ മെയിൻ കോമൺ ആൻസിസ്റ്റർ അയാളായിട്ട് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോപ്പാസണറിൽ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ വൈഫ് എന്ത് ചെയ്യില്ല, മെമ്പറാണ്, കോപ്പാസണർ ആവുന്നില്ല. ഇവിടെ സൺ ഡോട്ടറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവരുടെ വൈഫ് കോപ്പാസണർ ആവുന്നില്ല, ജസ്റ്റ് മെമ്പേഴ്സ് മാത്രമാണ്. ഓക്കെ, ദെൻ ഡോട്ടറിൻ്റെ സണ്ണും ഡോട്ടറും എന്ത് ചെയ്യുന്നില്ല, കോപ്പാസണർ ആവുന്നില്ല, മെമ്പേഴ്സ്. കാരണം അവർ കോപ്പാസണർ ആവാൻ അവരുടെ അച്ഛൻ, ദറ്റ് ഈസ് ഈ ഒരു ഡോട്ടറിൻ്റെ ഹസ്ബൻഡ് അവരുടെ ഫാമിലിയാണ്. ഓക്കെ, യെസ്, തിരിച്ചു വരാം. ഇനിയും കർത്ത എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആരാണ് കർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്ത മീൻസ് ആ ഒരു ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പറാണ്. ഓക്കെ, സോ നോർമലി ഇപ്പോൾ ഡെഫിനേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ദ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഈസ് കോൾഡ് കർത്ത എന്ന് പറയും. ഓക്കെ, പക്ഷേ ഡൽഹി ഹൈക്കോടതിയുടെ വിധി പ്രകാരം സോ കർത്ത ക്യാൻ ബി ഒരു ഫീമെയിൽ മെമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, കർത്തായിട്ട് എന്ത് ചെയ്യാം, പരിഗണിക്കാം. എനിക്കിപ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മയായിരിക്കും എന്ന് പറയുന്നത് കർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ HUFൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HUFൻ്റെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഓക്കെ, പക്ഷേ അതിലെ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി മാത്രം, ഇപ്പോൾ നമുക്കൊരു HUFന് 10 ലക്ഷം രൂപയുടെ അസറ്റ്സ് ഉണ്ട്, ഒരു 25 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെങ്കിൽ, ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ, നമുക്ക് ഈ 10 ലക്ഷം രൂപയുടെ അസറ്റ്സ് വിറ്റിട്ട് ലൈബിലിറ്റി തീർത്തതിന് ശേഷം ഇനി ബാലൻസ് ഉള്ള പെൻഡിങ് ലൈബിലിറ്റി തീർക്കാനായിട്ട് നമ്മളുടെ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് കർത്ത എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. അപ്പോൾ HUFൻ്റെ ലൈബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ആണ്. പക്ഷെ അത് കർത്തയുടെ പ്രോപ്പർട്ടി മാത്രമേ, പേഴ്സണൽ പ്രോപ്പർട്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മെമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, തിരിച്ചിട്ടപ്പോൾ നോക്കാം. HUF is defined under Hindu law. Okay, according to this law, it is a family consists of common ancestors, all his lineal male descendant and their wives and unmarried daughters. Okay, അപ്പോൾ അൺമാരീഡ് ഡോട്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി 2005 സെപ്റ്റംബർ 6 അമെൻമെന്റ് അനുസരിച്ച് മാരീഡ് ആൻഡ് അൺമാരീഡ് ഡോട്ടേഴ്സ് എന്താണ് ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സും കോപാർട്ട്നേഴ്സും ആണ്. ഓക്കെ, ഇനി സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഈസ് കോൾഡ് കർത്ത. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ HUF. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യാം, മെയിൽ മാത്രമല്ല, ആസ് പെർ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ഡിസിഷൻ അനുസരിച്ച് ഫീമെയിൽ മെമ്പേഴ്സിനും കൂടി കർത്തായിട്ട് എന്ത് ചെയ്യാം, നിൽക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവരെ കൂടെ കർത്തായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ദ അതർ മെമ്പേഴ്സ് ആർ കോൾഡ് കോപാർട്ട്നേഴ്സ്. ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ ഹെഡ് ഓഫ് ദി ഫാമിലി. അപ്പോൾ ഹെഡ് ഓഫ് ദ ഫാമിലി റിലേഷനുള്ള ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോപാർട്ട്നേഴ്സ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, കോപാർട്ട്നേഴ്സ് അല്ല, കോപാർട്ട്നേഴ്സ് ആക്കട്ടെ. ഓക്കെ, ഇനി HUF ഡസ് നോട്ട് ഇൻക്ലൂഡ് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ബട്ട് ഇൻക്ലൂഡ് സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ. ഓക്കെ, അപ്പോൾ മുസ്ലിംസ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് അവർക്കൊക്കെ സെപ്പറേറ്റ് അവരുടേതായിട്ടുള്ള ആക്ട് ഉണ്ട്. പക്ഷേ ഈ HUFൻ്റെ അകത്ത് HUF ആയിട്ട് ആരെയും കൂടെ പരിഗണിക്കുന്നുണ്ട്, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ മതക്കാരെയും കൂടി നമ്മൾ അതിൽ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി, ഓക്കെ, സോ കർത്ത, ദെൻ വൈഫ് എന്തായിരിക്കും, ജസ്റ്റ് മെമ്പർ ആയിരിക്കും. ദെൻ അവരുടെ മക്കളുണ്ടെങ്കിൽ, സോ ഇപ്പോൾ ഒരു മകളും ഒരു മകനുണ്ടെന്ന് വിചാരിക്കാം. സോ ഈ മകനാണെങ്കിലും മകളാണെങ്കിലും എന്തായിരിക്കും, കോപാർട്ട്നേഴ്സ് ആയിരിക്കും. പക്ഷേ ആ മകളുടെ ഹസ്ബൻഡ് ഓൺലി മെമ്പറാണ്, മകൻ്റെ വൈഫ് എന്താണ്, ജസ്റ്റ് ഓൺലി മെമ്പർ ആയിരിക്കും. ഓക്കെ, യെസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിലനിൽക്കുന്നത് 2 സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് HEFൻ്റെ അകത്ത് വരുന്ന ഒന്ന് ദായംബക അതുപോലെ തന്നെ മിതക്ഷര. ഈ ദായംബക എന്ന് പറയുന്നത് ആസാം അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് വെച്ചാൽ ആ ഒരു അപ്രോച്ച്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൺലി ഈ കോമൺ പ്രോപ്പർട്ടി നമ്മൾ ആൻസസ്റ്റർ പ്രോപ്പർട്ടിയിൽ റൈറ്റ് കിട്ടുന്ന അവകാശം കിട്ടുന്നത് ഓൺലി ഫാദറിൻ്റെ ഡെത്തിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള നമ്മളുടെ ഫാദർ ഈ മക്കൾക്ക് ഈ D അതുപോലെ S ഇവർക്കൊക്കെ ആ ഫാമിലി പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടണമെങ്കിൽ ഇവരുടെ ഫാദറായിട്ടുള്ള S എന്ത് ചെയ്യണം, മരിക്കണം. ഓക്കെ, സോ മരണപ്പെട്ടാൽ മാത്രമേ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മിസ്റ്റർ A ജീവനുള്ളിടത്തോളം കാലം ഇവരുടെ സൺ ടു ഡോട്ടർ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവകാശം പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടുന്നില്ല. ഓക്കെ, സോ മിസ്റ്റർ A മരണപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ ഫാദർ മരണപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പാർട്ടീഷനുള്ള അവകാശം കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള ഒരു ഹിന്ദു ലോ ആ ഒരു തോട്ടാണ് എന്ത് വിളിക്കുന്നത്, ദായംബക എന്ന് വിളിക്കുന്നത്. ദറ്റ് ഈസ് ഫാദർ മരണപ്പെട്ടാൽ മാത്രമേ പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലത്ത് ദറ്റ് ഈസ് ആസാമും വെസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് വരുന്നത് മിതക്ഷര സ്കൂൾ ഓഫ് തോട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ ബൈ ബർത്ത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ആ പ്രോപ്പർട്ടിയിൽ എന്ത് വരും, അവകാശം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോപാർട്ട്നേഴ്സ് ഉണ്ടാവും, മിസ്റ്റർ A ഉണ്ടായിരിക്കും, ഈ സൺ അതുപോലെ തന്നെ ഈ ഡോട്ടർ, അതുപോലെ ഈ ഒരു സൺ, ഈ ഒരു ഡോട്ടർ, ഈ ഒരു സൺ, ഈ ഒരു ഡോട്ടർ, ഇത്രയും ആൾക്കാർ എന്തായിരിക്കും ഇവിടുത്തെ കോപാർട്ട്നേഴ്സ് ആയിരിക്കും. ഏതിലാണെങ്കിലും മിതക്ഷരാണെങ്കിലും. ഓക്കെ, അപ്പോൾ മിതക്ഷരിലാണെങ്കിൽ ബൈ ബർത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെന്തായി മാറും, കോപാർട്ട്നേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, സാധാരണ മിതക്ഷരയിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാം. യെസ്, അപ്പോൾ HEFനെ കുറിച്ച് നമ്മളൊരു ചെറിയ ഐഡിയ എന്ന് വിചാരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഫാമിലി എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ അമിതാഭ് ബച്ചൻ കുറച്ച് ഹൈറ്റ് കൂട്ടി വരയ്ക്കാല്ലേ. ഓക്കെ, സോ അമിതാഭ് ബച്ചൻ്റെ ഒരു ഫാമിലി 4 പേര്. ഓക്കെ, അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ വൈഫ്, ദെൻ അഭിഷേക് ബച്ചൻ, ദെൻ ഐശ്വര്യ റായ്, 4 പേര്. ഓക്കെ, ഇതിൽ ഞാൻ ചോദിക്കുകയാണ് എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇവരൊക്കെ HEF ബിസിനസ്സും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 4 ആൾക്കാരുണ്ട് അല്ലേ. സോ 4 ആൾക്കാരാണ് ശരിക്കും അല്ലേ, 4 അല്ല ശരിക്കും എത്ര പേരുണ്ട്, 5 പേരുണ്ട്. കാരണം ഇവർ 4 പേരും എന്താണ്, ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ 4 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ഒരു ഫാമിലി ബിസിനസ് ആണെങ്കിൽ ഇവർക്ക് ഒരു HEF ഉണ്ടെങ്കിൽ അതും HEF ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു HEFും കൂടെ ചേർന്നിട്ട് ടോട്ടൽ നമുക്ക് എത്ര വരും, 5 പേഴ്സൺസ്. ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ഇവിടെ എത്ര ഉണ്ട്, 5 പേഴ്സൺസ് ഉണ്ട്. ഓക്കെ, യെസ്. ദെൻ മിസ്റ്റർ X ആൻഡ് മിസ്സിസ് X. A ഒരു സണ്ണാണ്. ഓക്കെ, സൺ A പ്ലസ് വൈഫുണ്ട്, സൺ B പ്ലസ് വൈഫുണ്ട്, ടോട്ടൽ C പ്ലസ് ഹസ്ബൻഡ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹൗ മെനി പേഴ്സൺസ്. ഓക്കെ, ഇവർക്കൊരു ഇതൊരു HEFും കൂടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര പേഴ്സൺസ് ഉണ്ട്, ഹൗ മെനി പേഴ്സൺസ് എന്ന് ചോദിക്കുമ്പോൾ എത്ര പേരുണ്ട് ഇതിൽ. സോ മിസ്റ്റർ X മിസ്സിസ് X അല്ലേ. സോ 2 ഇൻഡിവിജ്വലായി, പിന്നെ A അദ്ദേഹത്തിൻ്റെ വൈഫ്, അപ്പോൾ 4 പേരായി. ഓക്കെ, പിന്നെ B വൈഫ്. ഓക്കെ, അപ്പോൾ എത്രയായി, ഒരു 2 4 6 ഇവിടെ 8 പേര് അല്ലേ. സോ 8 ഇൻഡിവിജ്വൽസും വരുന്നുണ്ട്. ദെൻ എന്നിട്ട് ഒരു HEF. എനിക്ക് ടോട്ടൽ 9 പേഴ്സൺസ്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ
HUF-ൽ എത്ര മെമ്പേഴ്സ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി മെമ്പേഴ്സ്. ഓക്കെ, ഹൗ മെനി മെമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇവരെല്ലാവരും മെമ്പർമാരാണ് അല്ലേ. സോ എഗെയിൻ നോക്കുകയാണെങ്കിൽ 8 മെമ്പർമാർ വരുന്നുണ്ട് അല്ലേ. സോ അച്ഛനും അമ്മയും ഓക്കെ പിന്നെ 3 മക്കൾ അവരുടെ സ്പൗസും കൂടെ ചേരുമ്പോൾ ഇവിടെ 6 പേര് വരുന്ന ടോട്ടൽ 8 മെമ്പേഴ്സ് വരുന്നുണ്ട് HUF-ൽ. ഇനി മൂന്നാമത്തത് ഹൗ മെനി കോ പാർട്ട്നേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര കോ പാർട്ട്നേഴ്സ് വരുന്നുണ്ട്? സോ മിസ്റ്റർ എക്സ് എന്നാണ് കോ പാർട്ട്നർ ആണ്. ഓക്കെ ദെൻ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള ആളാണ്. ദെൻ സൺ എ കോ പാർട്ട്നർ ആണ്. വൈഫ് മെമ്പർ മാത്രമാണ്. സൺ ബിയും എന്താണ് കോ പാർട്ട്നർ ആണ്. ദെൻ ഡോട്ടർ സിയും എന്താണ് കോ പാർട്ട്നർ ആണ്. സോ ടോട്ടൽ കംസ് ടു ഒരു 4 കോ പാർട്ട്നേഴ്സ് അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് HUF-ൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്നും എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇൻകം ടാക്സ് നിയമങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കാനൊക്കെ അതിനുള്ളൊരു പവർ നമുക്ക് എന്തെങ്കിലും മൊത്തത്തിൽ ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം നോക്കാം. ഓക്കെ.